ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അയല മീൻ കറിയാണ് കേട്ടോ. അയല മീന് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. മീൻ മാത്രം കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ചോറിനോടൊപ്പം ഏതെങ്കിലും ഒരു മീൻ കറി വേണമെന്നത്. അപ്പോൾ അത് അയല മീൻ കറി ആയാലോ? ചോറ് കഴിക്കുന്നത് പോലും അറിയില്ല. അപ്പോൾ മീൻ കറി തയ്യാറാക്കാൻ ഞാനിവിടെ അയല മീൻ അറുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ മീനൊന്നും അല്ല കേട്ടോ, കുഞ്ഞു മീനാണ് ഇന്ന് കിട്ടിയത്. ഇത് 5 മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അറുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് കുടംപുളി കുതിർക്കാൻ വെക്കാം. ഇത്രയും പുളി മതിയാവും കേട്ടോ. ഇനി ഈ ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളി കുതിർന്നു വരുന്ന സമയത്തേക്ക് നമുക്ക് മീനിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറുതായി ചിരുകിയത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതലായാൽ മീൻ കറി കശർപ്പായിരിക്കും. അടുത്തതായി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 15 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1 കപ്പ് മതിയാകില്ല കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് അരപ്പിന്റെ ലൂസിനനുസരിച്ച് വെള്ളം വേറെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിന് ആവശ്യമായ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പിന് മൊത്തം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഇത്ര അരഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. നല്ല മഷി പോലെ അരയേണ്ട ആവശ്യമില്ല, ചെറിയ തരി ഉണ്ടാവണം ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ച് ചൂടായ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിരുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് തിളച്ചു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കടുകെല്ലാം പൊട്ടി എണ്ണയ്ക്ക് മീതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളി കളറൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 5 പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം തീയിൽ ഒരു 3 മിനിറ്റ് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതിപ്പോ 3 മിനിറ്റായി ഉള്ളിയുടെ കളറൊക്കെ മാറി പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടു താളിച്ചതും ഈ അരപ്പുമായി ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കിയ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം ഇത് പോരാ കേട്ടോ, 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മൾ മൊത്തം 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് തിളപ്പിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത് തിളച്ച് വരും. അപ്പോൾ 3 മിനിറ്റായി, നമ്മുടെ അരപ്പ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. കണ്ടോ, നല്ലപോലെ തിളച്ചു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തിളയ്ക്കുന്ന അരപ്പിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങയ്ക്കയാണ് കേട്ടോ. ഒരു മുരിങ്ങയ്ക്ക തൊലി ചീന്തി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് 1 മിനിറ്റായി. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഇതിപ്പോ 3 മിനിറ്റായി. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുടംപുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് കൂടി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ 3 മിനിറ്റായി. ഇനി നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, മീൻകറി നല്ലപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചത് ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അയലയുടെ തലയും ഒക്കെ ഇതിനോടൊപ്പം ചേർക്കാം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇനി നമുക്ക് ചട്ടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഇതിപ്പോ 5 മിനിറ്റായി. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം.
കണ്ടോ, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ കറിക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ട് കേട്ടോ. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി വേണം. ഇനി നമുക്ക് പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. കറി വറ്റി കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് 5 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തുറന്നു നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മീന് കങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഇതിപ്പോ 5 മിനിറ്റ് ആയി. കണ്ടോ, മീനിന്റെ നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇത് അയലയുടെ കുഞ്ഞ് മീനായതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മാത്രമേ നെയ്യ് തെളിഞ്ഞു വരികയുള്ളൂ കേട്ടോ. മീൻ കഷ്ണമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അധികം ഇളക്കാൻ പറ്റില്ല, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഇനി വീണ്ടും നമുക്കിത് ഒരു 3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ആയി. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, മീനെല്ലാം നല്ലപോലെ വെന്തു, നെയ്യെല്ലാം പടർന്ന് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, ഇത്രയേ ഉള്ളൂ. മീനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അയല മീൻ കറി തയ്യാറായി കഴിഞ്ഞു. കണ്ടോ, എന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മീൻ കറി. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ. ഈ അയല മീൻ കറിയുടെ ചാറ് മാത്രം മതി കേട്ടോ. ഒരു പാത്രം ചോറ് കൂടി നമ്മൾ കൂടുതൽ കഴിക്കും. അപ്പോൾ ഇനി അയല വാങ്ങുമ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നേക്കല്ലേ. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ തയ്യാറാക്കുന്ന പുതിയ വിഭവങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.